അതുപോലെ ഈ പുതുതായിട്ട് നമ്മൾ MBBS വേണ്ടി വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒരു സംശയമുള്ളതാണ്. അത് നമ്മൾ പഠിക്കുന്ന കൺട്രിയിൽ കടാവർ ഉണ്ടാവും, കടാവർ കിട്ടുമോ എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. ഒരു മെയിൻ ചോദ്യമാണ് കടാവറിന്. പിന്നെ പല ബോഡി പാർട്ടുകളുടെ ഫോട്ടോ കാണിച്ചിട്ടും ഒക്കെ കടാവറാണെന്നൊക്കെ പറഞ്ഞു കുട്ടികൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, ചില രാജ്യങ്ങളുണ്ട്, പക്ഷെ ചില രാജ്യങ്ങൾ, ചില യൂറോപ്പ് രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ലേ. ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു പിന്നെ റെസ്പോൺസ് എന്ന് പറയുന്നത്, കടാവർ ഉള്ള കൺട്രികളുണ്ട്, ഇല്ലാത്ത കൺട്രികളുണ്ട്. മെജോറിറ്റി രാജ്യങ്ങളിലും കടാവർ കുറവാണ്. കടാവർ ഉണ്ട് കുറച്ച്, പക്ഷെ നമുക്കത് നമ്മളാ ഒരു ഇന്ത്യയിലും നമുക്ക് ഡിസെക്ഷൻ ചെയ്യാൻ പറ്റുന്ന അത്രയും അവൈലബിൾ അല്ല. പിന്നെ നമുക്ക് പൊതുവെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഉണ്ടാവുന്നത്, ഞാൻ കടാവർ നേരത്തെ നമ്മുടെ ലാബുകളിലൊക്കെ കടാവർ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക റഷ്യയിൽ ഇതേപോലെ തന്നെ കടാവർ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ബോഡി പാർട്ടുകളാണ്. ബോഡി പാർട്ടുകൾ അത് ഫോർമാലിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് അവർ പഠിക്കുന്ന സമയത്ത് എടുത്ത് വെച്ചിട്ട് പിന്നെ കാണിച്ചു തരും നമുക്ക്. അല്ലാതെ ഫുൾ കടാവർ ഡിസെക്ഷൻ എന്നുള്ള സംഭവത്തിലൂടെ അപ്പുറത്ത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പൊതുവേ സ്റ്റുഡൻസ് പഠിക്കാൻ കടാവറിന്റെ ആവശ്യമുണ്ടോ? ഇതാണ് എന്റെ ചോദ്യം. കടാവർ ആവശ്യമുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് പക്ഷെങ്കിൽ കടാവറാണ് MBBS എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറെ പേരുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ ബോഡി പാർട്ടുകൾ കാണിക്കുന്ന രാജ്യവും അല്ലെങ്കിൽ ജസ്റ്റ് കടാവർ അവൈലബിൾ ആയിട്ടുള്ള രാജ്യം വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ അതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഉള്ള രാജ്യമായിരിക്കും മറ്റേത്, അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റി തന്നെ ഒരേ കൺട്രി തന്നെയുള്ള യൂണിവേഴ്സിറ്റി. പക്ഷെ നമ്മൾ ഈ രണ്ട് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു ടീം പറയും ആ യൂണിവേഴ്സിറ്റി കടാവർ ഇല്ല, പക്ഷെ ആ യൂണിവേഴ്സിറ്റിക്ക് ഏറ്റവും അഡ്വാൻസ്ഡ്. ഇന്ന് നമുക്ക് AI വന്നിട്ടുള്ള കാലമാണ്. AIയില് പിന്നെ ഇപ്പൊ ഈ അടുത്ത് നമുക്ക് ന്യൂസ് കണ്ടില്ലേ, 5000 കിലോമീറ്റർ അപ്പുറത്ത് ഡോക്ടർ സർജറി ചെയ്യുന്നു. അത് മാത്രമല്ല ചൈനയില് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് റോബോട്ട്സ്. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഇനി മുന്നോട്ട് പോകുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഈ വർഷം ഈ സീസണിൽ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടി അടുത്ത 6-7 വർഷത്തിന് ശേഷമാണ് ഗ്രാജുവേറ്റ് ആയി ഇറങ്ങുന്നത്. അന്ന് ഈ പറയുന്ന ലോകം വേറൊരു തലത്തിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ഈ റോബോട്ടിക്സ് വിട്ട് AI റോബോട്ടിക്സ് വന്ന സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ വരെ കംപ്ലീറ്റ് ഒരു റോബോട്ട്സ് റൺ ചെയ്യുന്ന രീതിയിലോട്ട് വന്ന കാലം. പല ഹോസ്പിറ്റലും സർജൻസ് വേറെ പല സ്ഥലങ്ങളിൽ നിന്നിട്ട് സർജറി ചെയ്യുന്ന കാലം. അപ്പം ഈ ഒരു സമയത്ത് നമ്മള് കടാവർ ഉണ്ടോ നോക്കിയിട്ട് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മോഡേൺ ഫെസിലിറ്റീസും ഉള്ള യൂണിവേഴ്സിറ്റിയോ കൺട്രിയോ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. കാരണം നമ്മൾ അതിന് കണ്ടൊരു മാർഗം എന്ന് പറയുന്നത് ആ അവിടെ ഇല്ല, ഇപ്പുറത്ത് കടാവർ ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ ആ പഴയ കടാവറും ആ പഴയ സിസ്റ്റവും ആ പഴയ മൈക്രോസ്കോപ്പും ആ ലാബും അതൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. വേറൊന്നും അതിന്റെ മുകളിൽ അവിടെ ഇല്ല എന്നുള്ളതാണ് വിഷയം. അപ്പൊ ഈ എന്റെ ഒരു അഭിപ്രായത്തില് കടാവർ എന്നുള്ളതല്ല മെഡിസിൻ. കടാവർ എന്നുള്ളത് ഫസ്റ്റ് ഇയറിൽ അനാറ്റമിക്ക് ഉള്ള ഒരു സാധനമാണ്. അനാറ്റമി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടാവർ യൂസ് ചെയ്യുന്നത്. കടാവറിൽ നമുക്ക് മസിൽ ഫ്ലാപ്സും നെർവ്സും ഫൈബേഴ്സും അതൊക്കെയാണ് നമുക്ക് കടാവറിൽ, ബോൺസും. അപ്പം അനാറ്റമിക്കുള്ള ഒരു സാധനമാണ് കടാവർ എന്ന് പറയുന്നത്. പിന്നെ പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ ഒരു മതാചാരമായിട്ടും അതല്ലാതെ തന്നെ മനുഷ്യന്റെ ശരീരം ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിലോട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഈവൻ USA പോലും കടാവർ യൂസ് ചെയ്യുന്നില്ലെന്നാണ് എന്റെ ഒരു അറിവ്. ഒട്ടുമിക്ക രാജ്യങ്ങളും, ചില രാജ്യങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട് കടാവർ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പം മനുഷ്യന്റെ ശരീരം അങ്ങനെ നമുക്ക് പിന്നെ ഇവിടെ അജ്ഞാതമായിട്ടുള്ളതും കാണാതെ പോയതും ഇഷ്ടം പോലെ അത്രയും ശരീരങ്ങളുള്ള ഡെഡ് ബോഡികളുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. അത്രയും പോപ്പുലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ അത് അത്ര അവൈലബിൾ ആണ്. പക്ഷെ പല രാജ്യങ്ങളിലും അങ്ങനെയല്ല. അവർക്ക് പിന്നെ ഉള്ള ശരീരം മനുഷ്യന് അത്രയും വിലയുണ്ട്. അപ്പം കടാവർ എന്നുള്ളത് പൊതുവെ അത്ര കണ്ടങ്ങനെ അവൈലബിൾ അല്ല. പക്ഷെ എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ കടാവർ അല്ല മെഡിസിൻ. അതാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. പിന്നെ ഇന്ന് യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളും, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പുറത്തുള്ള അഡ്വാൻസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ അനാറ്റമിയാണ്. ഡിജിറ്റൽ അനാറ്റമി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ടേബിൾ പോലെ ഒരു മനുഷ്യൻ കിടന്നതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്കൊരു ഡിജിറ്റൽ ഡെസ്ക് ഉണ്ടാവും. അതില് നമുക്ക് ഈ പറയുന്ന കടാവറിനേക്കാളും വിസിബിൾ ആയിട്ട്, കടാവർ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് ഫോർമാലിൽ ഇട്ട് വെച്ചിട്ടുള്ള ബോഡിയാണ്. അതിൽ പലതും ദ്രവിച്ചു പോയിട്ടുണ്ടാവും. നമുക്ക് എല്ലാം പ്രോപ്പറായിട്ട് കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇതിനേക്കാളും വളരെ റിയലിസ്റ്റിക് ആയിട്ട്
എല്ലാ നെർവ്സും വെയിൻസും ടെൻഡൻസും എല്ലാം പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നതാണ് ഡിജിറ്റൽ അനാറ്റമി. നമുക്കതിൽ ഈവൻ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ അനാറ്റമിയിൽ ഹിസ്റ്റോളജി വരെ കാണാൻ പറ്റുന്നു. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ കാണുന്ന വരെ അതിൽ തന്നെ ഡയറക്റ്റ് കാണാൻ പറ്റുന്ന, ഐ മീൻ നമുക്ക് അതിൽ ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് വ്യൂ കിട്ടാനുള്ള ഓപ്ഷൻ പോലുള്ള അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ അനാറ്റമി ഇന്നുണ്ട്. നമുക്ക് മനുഷ്യന്റെ അകത്തുള്ള ഓർഗൻസ് എല്ലാം ഇതിന്റെ അകത്ത് കാണും. അപ്പം അതൊക്കെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആണ്. അത് മതി നമുക്ക് ശരിക്കും. അത് കണ്ടാൽ തന്നെ നമുക്ക് അനാറ്റമി കംപ്ലീറ്റ് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മൾ തേർഡ് ഇയറിന് ശേഷം ഈ പറഞ്ഞ നമുക്ക് ബാക്കിയുള്ള ക്ലിനിക്കൽ സബ്ജക്ട്സിലോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് കാണേണ്ട പേഷ്യൻസിനെയാണ്. നമുക്ക് ഡെഡ് ബോഡി അല്ലല്ലോ, പിന്നെ പേഷ്യൻസിനെ കണ്ടത്. നമുക്ക് ഈ ഓരോ ഓർഗൻസിന്റെയും നെർവ്സിന്റെയും ഇതിന്റെ പൊസിഷൻ അറിയാം, ഇതെവിടെ ലൊക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാം, അത് ഇതിലൂടെ പാസ് ചെയ്യുന്ന അറിയാം. അത് നമുക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് പേഷ്യന്റിനെ കണ്ടാൽ മതി. പിന്നെ നമുക്ക് പേഷ്യന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷനിൽ പേഷ്യന്റിനെ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയം തന്നെ വേണം. അതൊരിക്കലും കടാവർ ഒരിക്കലും കിട്ടില്ല. അപ്പൊ നമ്മൾ ഈ പുറത്ത് വിദേശത്ത് പോകുമ്പോൾ കടാവർ ഉള്ളിടത്തിലേ പഠിക്കുള്ളൂ എന്ന് പറയുന്നത് അതെല്ലാം നമ്മൾ നോക്കണം. അതല്ല മെയിൻ. അതാണ് എനിക്ക് പറയാനുള്ളത്. കടാവർ എന്നുള്ളതല്ല നമ്മളുടെ മെയിൻ പ്രയോറിറ്റി. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. കാരണം ഇന്ന് ഈ റോബോട്ടിക്സ് ഒക്കെ കാണാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇപ്പൊ തേർഡ് ഇയർ കഴിഞ്ഞാൽ നമ്മൾ ലാബുകളിൽ ഇപ്പം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം സർജറിയുടെ ക്ലാസ് നമുക്ക് റോബോട്ടിക്സും ലാപ്രോസ്കോപ്പിയും ഇതൊക്കെ നമ്മൾ കണ്ടു തന്നെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് തന്നെ നമ്മളും കടന്നു പോകണം. അപ്പോഴേ നമ്മൾ 6 വർഷം 7 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്കുണ്ടാവും. അന്നത്തെ സൊസൈറ്റിയിലെ ഏറ്റവും ടോപ്പ് ഡോക്ടർ ആവുള്ളൂ, ഒരു മോഡേൺ ഡോക്ടർ ആവുള്ളൂ. അതുകൊണ്ട് ഒരു മോഡേൺ മെഡിസിൻ എന്നുള്ള പേരിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അത് മൊത്തത്തിൽ ഒഴിവാക്കണം എന്നല്ല. അതും കൂടെ ഉള്ള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ എല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആണ്. കൂടെ കടാവറും ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ കടാവർ ഉണ്ടെന്നുള്ളൊരു കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു കൺട്രിയോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് മാത്രം പ്രയോറിറ്റി കൊടുത്തിട്ട് MBBS എന്നുള്ള ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല.